ചർച്ച നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടോ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ടാണോ? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ നല്ലോണം പറഞ്ഞാൽ, പെൺകുട്ടികളടക്കം അവരെയൊക്കെ കളിക്കാനായിട്ട് ക്രിക്കറ്റ് കളിക്കുക, വോളിബോൾ കളിക്കുക, ടേബിൾ ടെന്നീസ് കളിക്കുക, കലാപരിപാടികളിൽ പങ്കെടുക്കുക. പക്ഷേ ആ കലാപരിപാടികളിൽ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു DJ-നെ വിളിച്ചു കൊണ്ടിട്ട് കൂത്ത് കാണിക്കലാണ് കലാപരിപാടി എന്ന് ഞങ്ങൾ അമ്മയ്ക്കില്ല. മനസ്സിലല്ലേ? പുറത്തുനിന്ന് DJ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇവരുടെ കലാവാസന എന്താണെന്നുള്ള വളർത്തുക, അവരെ കലോത്സവങ്ങളിൽ പങ്കെടുപ്പിക്കുക, അവരെ മറ്റേ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വിജയികളാക്കുക. ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന പരിപാടികളിലോട്ട് നമ്മൾ നീക്കണം. അതുകൊണ്ട് സ്പോർട്സ് കാര്യങ്ങൾ, അത് പൊതുകാര്യങ്ങൾ, ഇതിലോട്ടൊക്കെ ഇവരെ ആകർഷിപ്പിക്കുക. പൊതുജനങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഈ ചർച്ചകളുമായി തന്നെ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ, ഈ പിന്നെ വിദ്യാഭ്യാസത്തിൽ മറ്റുള്ള കാര്യം ചർച്ച, രാഷ്ട്രീയ ചർച്ചയല്ല, അതിലൊക്കെ അവരെ കൂടുതൽ ഉൾപ്പെടുത്തുക. അന്തരീക്ഷത്തെ ഒന്ന് റീബിൽഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണമെന്നാണ്. ഓക്കെ, ഹരിപ്രിയ, ഇപ്പോൾ കുട്ടികളുടെ അന്തരീക്ഷം മാറുന്നതിനെക്കുറിച്ച് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പഴയ കുട്ടികളല്ല, പഴയ പരിസരത്ത് ജീവിക്കുന്നവരുമല്ല. അപ്പോൾ പുതിയ പരിസരത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുൻപിലുള്ള സാധ്യതകളും വെല്ലുവിളികളും എല്ലാം പുതിയതാണ്. അവയെ നേരിടാൻ, അവരെ പഠിപ്പിക്കാൻ, അത്തരം കുട്ടികളെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ അധ്യാപകർ ടെക്നിക്കലി എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണ്, അപ്ഡേറ്റഡ് ആണ്? ആ ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അധ്യാപകരിൽ ഒരു വിഭാഗം ആൾക്കാർ വിചാരിക്കുന്നു അവർക്കെതിരെ ഒരു ചൂരലെടുക്കണം, കുറേ ആളുകൾ വിചാരിക്കുന്നു സ്നേഹം കൊണ്ട് അവരെ കൈകാര്യം ചെയ്യണം. എന്തുമാത്രം ശാസ്ത്രീയമായി ഈ തലമുറയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിലും അത് ഡീൽ ചെയ്യുന്നതിലും പുതിയ കാലത്തെ അധ്യാപകർ അപ്ഡേറ്റഡ് ആണ്? ആ ചോദ്യമില്ലേ? തീർച്ചയായിട്ടും അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ ഇനീഷ്യേറ്റീവ്, അത് ഏത് തലത്തിൽ നിന്നുകൊണ്ടായാലും, കോളേജ് അധ്യാപകരാണെങ്കിലും സ്കൂൾ തലത്തിലുള്ള അധ്യാപകരാണെങ്കിലും രണ്ട് തരത്തിലാണ് ഈ കുട്ടികളെ മോൾഡ് ചെയ്യുന്നതിൽ ഒരു വലിയ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്നത്. അതിൽ വലിയ തോതിലുള്ള ഒരു വ്യത്യാസം വരുത്തൽ അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഒരു കുട്ടിയെ നേർവഴിക്ക് നയിക്കാൻ ആ കുട്ടിയോട് ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇൻറ്റിമസി കാണിക്കാൻ പറ്റും. നേരത്തെ നമ്മളെ മുഹമ്മദ് ജുമാൻ സൂചിപ്പിച്ച പോലെ വടിയെടുത്ത് വരുന്ന ഒരു അധ്യാപികയോട് തൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു കുട്ടിക്കുണ്ടാവുന്ന ഒരു അകൽച്ചയുണ്ട്. ആ ടീച്ചറിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ, സംസാരിക്കാനുണ്ടാവുന്ന, ഇടപഴകാനുണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ പരിഹരിക്കുകയും കുട്ടിക്ക് ഒരു സ്പേസ് അധ്യാപകരുടെ ഇടയിലുണ്ട്, അധ്യാപകൻ്റെ അടുത്ത് ചെന്ന് ഇരിക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും, തൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, എൻ്റെ രക്ഷിതാവ് എന്ന പോലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകരുണ്ട് എന്നുള്ള ഒരു തോന്നൽ ക്രിയേറ്റ് ചെയ്യാൻ അതിന് അധ്യാപകർക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ അകറ്റി നിർത്തേണ്ട, ഡിപ്പാർട്ട്മെൻറ്റിനകത്തേക്ക് കയറരുത്, നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറയുകയല്ല, കടക്ക് പുറത്ത് പറയുകയല്ല, മറിച്ച് ആ കുട്ടികളെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കലാലയങ്ങളിൽ ഉണ്ടാകേണ്ടത്, സ്കൂളുകളിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അവരുടെ മദേർലി എഫെക്ഷനോട് കൂടിയായിരിക്കും പലപ്പോഴും അധ്യാപകരെ സമീപിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ് കൂടെ അധ്യാപകർ ഇടപഴകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി മാറിപ്പോകാനാണ് സാധ്യതയുള്ള. അല്ലാതെ വടിയെടുത്ത് വരുന്ന ടീച്ചറെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ഒരു മടിയായിരിക്കും. അപ്പോൾ ആ തരത്തിലൊരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, അധ്യാപകർ മാത്രമല്ല, പാരൻസിൻ്റെ സമീപനത്തിലും വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ നമ്മൾ പഴയ കാലത്ത് ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്ന് കാക്കയും പൂച്ചയൊക്കെ കാണിച്ചു കൊടുത്ത് പ്രകൃതിയോടൊപ്പം ഇണങ്ങി ചേർന്നൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ ചെയ്യുക? കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ഫോൺ എടുത്ത് കൊടുത്തിട്ട്, മോളെ റീല് കണ്ടോ, ഈ റീല് കാണുന്നതിൻ്റെ ഇടയിലൂടെ നീ ഭക്ഷണം കഴിച്ചോ. ഭക്ഷണത്തിന് പോലും ഇമ്പോർട്ടൻസ് ഇല്ല, ഈ റീലിനാണ് ഇമ്പോർട്ടൻറ്റ്. റീൽ നെറ്റ് തീരുന്നവരെ കുഞ്ഞ് റീല് കണ്ടുകൊണ്ടേയിരിക്കും. മറ്റൊരു ലോകത്തേക്കും കുഞ്ഞിന് ഇറങ്ങി ചെല്ലാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്.